ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് രണ്ട് ക്യാമറകളെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇസുവിസ് ബ്രാൻഡിൽ വരുന്ന ഇസുവിസ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇക്വിഷൻ്റെ തന്നെ വൈഫൈ ക്യാമറകളുടെ കാറ്റഗറിയാണ്. അതിലെ H9C എന്ന് പറഞ്ഞ ഒരു ക്യാമറയും അതുപോലെ തന്നെ HB8 4G എന്ന് പറഞ്ഞ മറ്റൊരു ക്യാമറയും. പല ആളുകളും ഈ H9C ഡ്യുവൽ ലെൻസ് ക്യാമറകളാണ് കൂടുതലും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് 5 മെഗാ പിക്സലാണ്, രണ്ട് ലെൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു ലെൻസ് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ലെൻസ് റൊട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റും. രണ്ടാമത്തെ ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു 4G ക്യാമറയാണ്. അതായത് നമുക്ക് സിം ഇട്ട് കൊടുത്ത ശേഷം വർക്ക് ചെയ്യിപ്പിക്കുന്ന ക്യാമറ. അപ്പോൾ ഞാൻ ഈ രണ്ട് ക്യാമറകളെയും ഡയറക്റ്റ് ആയിട്ട് കമ്പാരിസൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് ക്യാമറ പർച്ചേസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ രണ്ട് ക്യാമറകളുടെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ്. ആ രണ്ട് ക്യാമറകൾ കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ട് ക്യാമറകളുടെയും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷേ ഞങ്ങൾക്ക് ഏത് ക്യാമറ എടുക്കണം എന്ന് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾ ഏത് ക്യാമറയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാവുന്ന രീതിയിൽ രണ്ടെണ്ണത്തിൻ്റെയും ഒരു കമ്പാരിസൺ ഞാൻ പറഞ്ഞുതരാം. ഈ ക്യാമറ അതായത് HB8 4G എന്ന് പറഞ്ഞ ക്യാമറയാണ് ഞാൻ ഏറ്റവും അവസാനം ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ. അപ്പോൾ അതിൽ ഈ ഒരു ക്യാമറയുടെ ഏറ്റവും മികച്ച പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 4G സിം ഇട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് വൈഫൈ ഇൻ്റർനെറ്റ് നമ്മുടെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ഈ 4G ക്യാമറ. കാരണം ഇതിലേക്ക് നിങ്ങൾക്ക് സോളാർ പാനൽ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ ക്യാമറ കൊണ്ടുവയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് തോട്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും കോഴി ഫാമോ മറ്റെന്തെങ്കിലും ഫാമുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കാം. ഞാനിതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ക്യാമറകൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീട് വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയിലാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എല്ലായിടത്തും ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കിട്ടാനുള്ള സാധ്യതകളില്ല. അപ്പോൾ ആ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ഈ 4G ക്യാമറ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ചൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ ഈ ഒരു H9C 4G ക്യാമറയുടെ ഏറ്റവും മികച്ചൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ഡ്യുവൽ ലെൻസ് ആണെന്നുള്ളതാണ്. അതായത് രണ്ട് ലെൻസ് ഉണ്ട്. ഒരു ലെൻസ് ഫിക്സഡ് ആയിട്ട് നിൽക്കും, അത് 2.8mm വൈഡ് ആംഗിൾ ലെൻസ് ആണ്. രണ്ടാമത്തെ ലെൻസ് 6mm ലെൻസ് ആണ്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ 2.8mm ലെൻസ് വരുന്ന ആ ഫിക്സഡ് ആയിട്ടുള്ള ലെൻസ് 130 ഡിഗ്രി വൈഡ് ആംഗിളിൽ ഒരു വീഡിയോ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കും. തൊട്ട് താഴെയുള്ള ആ ഒരു ലെൻസ് അത് 62 ഡിഗ്രിയോളം നമുക്ക് FOV കിട്ടുന്ന ലെൻസാണ്, ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്ന ലെൻസാണ്. അത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഈ ഒരു ക്യാമറയുടെ പ്രൈസ് ഓൺലൈനിൽ കാണിക്കുന്ന 6450. അതായത് H9C 5MBയുടെ പ്രൈസ് 6450. താഴെ ഇരിക്കുന്ന 4G ക്യാമറ HB8 എന്ന് പറഞ്ഞ 4G ക്യാമറയ്ക്ക് 6750 പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളിവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് നെക്സ സിസ്റ്റത്തിൽ നിന്ന് ഞങ്ങൾ സെയിൽ ചെയ്യുന്ന ഈ ഒരു ക്യാമറയുടെ പ്രൈസ് വെറും 4999 പ്ലസ് GST ഉള്ളൂ. അതായത് ഏതാണ്ട് 2000 രൂപയ്ക്ക് അടുത്ത് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ താഴത്തെ ക്യാമറ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് 47 ക്യാമറ മാത്രമാണ് ഞങ്ങളുടെ കയ്യിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഈ താഴെ ഇരിക്കുന്ന ക്യാമറ, മുകളിലത്തെ ക്യാമറ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിവിടെ ഓഫീസിൽ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും ഇപ്പോൾ ഞാൻ ഓഫറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല, നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഓൺലൈനായിട്ട് നമ്മുടെ ഒരു ക്യാമറയും പർച്ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. കാരണം ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ബീഹാർ ഇങ്ങനെയുള്ള പല പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് ക്യാമറ വരുന്നത്. നമ്മുടെ കേരളത്തിൽ ഇതിന് നിങ്ങൾക്ക് ഒരു കാരണവശാലും വാറണ്ടി കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ ഇതിന് മുമ്പ് ഇട്ടിരിക്കുന്ന ഇസ്വിസ് ക്യാമറകളുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അവർക്ക് നേരിട്ട ദുരനുഭവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഓൺലൈനായിട്ട് എടുക്കുന്ന ഒരു ക്യാമറകൾക്കും, ഞാൻ ഇക്വിഷൻ്റെ എന്നല്ല എല്ലാ ക്യാമറകളെ പറ്റിയാണ് പറയുന്നത്, ഓൺലൈനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും വാറണ്ടി കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ ഇന്നലെ എന്നെ ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു HB8 ക്യാമറ അദ്ദേഹത്തിന് സെയിൽ ചെയ്തു. അദ്ദേഹം സാംസങ്ങിൻ്റെ ഒരു മെമ്മറി കാർഡ് മേടിച്ചു. ഞാൻ ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന സാംസങ്ങിൻ്റെ മെമ്മറി കാർഡ്, 10 മെമ്മറി കാർഡ് സാംസങ്ങിൻ്റെ ഒരു കൂട്ടുകാരൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കംപ്ലൈൻ്റ് ആയിട്ട്, അതായത് ഓഫറിൽ ഓൺലൈനിൽ കണ്ടിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന സാംസങ്ങിൻ്റെ ഇവോ എന്ന് പറഞ്ഞ ഒരു മെമ്മറി കാർഡാണ്. ഒരു 10 എണ്ണത്തോളം ഉണ്ടായിരുന്നു.
അദ്ദേഹം എനിക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം എനിക്കത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന ആൾക്ക് ഞാൻ ആ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തു. സാംസങ്ങിൻ്റെ കാർഡ് തന്നെയാണ് അദ്ദേഹം മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഫേക്കാണ്. അതായത് നമുക്കറിയാം ഐഫോൺ പോലും ഫേക്കായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലെയുള്ള സെക്യൂരിറ്റി ഉപകരണങ്ങൾ പോയിട്ട് ഒരിക്കലും വാങ്ങിക്കരുത്. ഇതൊക്കെ ഏതെങ്കിലും സെർവറിലേക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് യുഗമാണ്. ഇലക്ട്രോണിക്സിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വളരെയധികം ടെക്നോളജി അപ്ഡേറ്റ് ആയിരിക്കണ സമയമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഞാൻ ഒരിക്കലും ഓൺലൈനിൽ നിങ്ങൾ മേടിക്കേണ്ടെന്ന് പറയുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചോ. പക്ഷേ നിങ്ങൾക്ക് വാറണ്ടി ഗ്യാരണ്ടി ഒന്നും തന്നെ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല. വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആളുകൾ അവരുടെ വിഷമം എൻ്റെ പഴയ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ 2 ക്യാമറകളും കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ക്യാമറ പർച്ചേസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ക്യാമറ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാലും വർക്ക് ചെയ്യണം, അല്ലേ? അതെന്തായാലും വേണം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ HB8 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻബിൽഡ് ബാറ്ററി വരുന്നുണ്ട്. അതായത് പകല് നമ്മൾ സോളാർ പാനൽ ഇതിൻ്റെ ഒപ്പം വരുന്നില്ല. പക്ഷേ സോളാർ പാനലിൽ നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അഡാപ്റ്ററിൽ നിന്നാണെങ്കിൽ കണക്ട് ചെയ്തോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി രാത്രിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജ് മുഴുവൻ ഹോൾഡ് ചെയ്ത് വെക്കും ഈ ക്യാമറയ്ക്കുള്ളിലേക്ക്. അപ്പോൾ രാത്രിയിൽ നമുക്ക് കറണ്ട് പോയാലും ഈ ക്യാമറ സുഖമായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഈ ക്യാമറ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ സ്പോട്ടിൽ ഓഫായി പോകും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാമറയ്ക്ക് ഒരു UPS വെച്ച് കൊടുക്കേണ്ടി വരും. ഇതാണ് പ്രധാനമായിട്ടും ഈ 2 ക്യാമറകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലാതെ റെസൊല്യൂഷൻ്റെ കാര്യത്തിലൊന്നും അല്ല. റെസൊല്യൂഷൻ്റെ കേസിനകത്ത് വ്യത്യാസമുണ്ട്. ഡ്യുവൽ ലെൻസ് ആണെന്നൊക്കെ H9C എന്ന് പറഞ്ഞാലും കള്ളൻ കറണ്ട് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയത്താണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഫാമിലി ക്യാമറ വെച്ചേക്കുക, കറണ്ട് പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യും? കറണ്ട് പോയി കഴിഞ്ഞാൽ ക്യാമറ റെക്കോർഡാകില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും HB8 എന്നുള്ള ക്യാമറ എടുക്കാം. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈഫൈ ക്യാമറകൾ എന്ന് പറഞ്ഞാൽ അത് ഹിക്വിഷൻ്റെ ഇസിവിസ് ബ്രാൻഡിൽ വരുന്ന ക്യാമറകളാണ്. ഉപയോഗിച്ച ഒരാളും വേറെ മറ്റ് ക്യാമറകൾ കാണിക്കുന്ന ജിമിട്ട് പരിപാടി കാര്യങ്ങളൊന്നുമില്ല. പ്രീമിയം എന്ന് പറഞ്ഞാൽ അത് പ്രീമിയം പ്രോഡക്റ്റ് തന്നെയാണ്. ഞാൻ പല ബ്രാൻഡ് പ്രോഡക്റ്റുകൾ ഇതിനു മുമ്പ് ഇഷ്ടംപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും തിരിച്ച് ഹിക്വിഷനിലേക്ക് വന്നതാണ്. ഹിക്വിഷൻ്റെ സർവീസ് കിട്ടുന്നില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. ഹിക്വിഷനൊക്കെ അടിപൊളി ക്യാമറയാണ്, ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യണമെന്ന് ചില കുടുംബശ്രീ ആൾക്കാരും പറയാറുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഹിക്വിഷൻ എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിൻ്റെ 7 അയലത്ത് പോലും ഈ പ്രോഡക്ട്സുകൾക്ക് ഒന്നും വരാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ ആരും തന്നെ എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഒന്ന്, ഹ്യൂമൻ ഡിറ്റക്ഷൻ ഫീച്ചർ. ഏത് ക്യാമറയിലാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഹ്യൂമൻ ഡിറ്റക്ഷൻ കിട്ടുന്നത്? ഞാനിതിന് മുമ്പ് ഒരു ക്യാമറയുടെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാവക്കുട്ടീനെ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ മുമ്പിലിട്ട് ആട്ടിക്കഴിയുമ്പോഴത്തേക്കും 1 ഹ്യൂമൻ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിലോട്ട് മെസ്സേജ് വന്നേക്കുന്ന ക്യാമറകൾ വരെ ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്യാമറയൊന്നും അല്ല നമ്മുടെ ഈ ഒരു ക്യാമറ. അവിടെ മനുഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുള്ളൂ. അത് മാത്രമല്ല, ഡ്യുവൽ ലെൻസ് ഫീച്ചർ വരുന്ന ഈ ഒരു ക്യാമറയും കിടിലൻ ക്യാമറ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിന് മാത്രം ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി പറഞ്ഞൊന്നുമല്ല, ഞങ്ങളെല്ലാ പ്രോഡക്റ്റും വിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു കൺസേൺ ആണ്. കറണ്ട് പോയാലും റെക്കോർഡ് ആവണം എന്നുള്ളൊരു കൺസേൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു HB8 4G എടുത്താൽ മതി. 2500 കൊടുത്തു കഴിഞ്ഞാൽ സോളാർ പാനലും കിട്ടും. പിന്നെ കറണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻ്റർനെറ്റ് മാത്രം റീചാർജ് കൊടുക്കണം കേട്ടോ. ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് വർക്ക് ചെയ്യേണ്ട കറണ്ട് അതിനകത്തേക്ക് ബാറ്ററിക്കുള്ളിലേക്ക് സേവ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏത് പട്ടിക്കാട്ടിലും നമുക്ക് കൊണ്ടുവയ്ക്കാം, സുഖമായിട്ട് വർക്ക് ആവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ 2 പ്രോഡക്റ്റുകളെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം.